രാഷ്ട്രീയ ജനതാദൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ ഇന്ന് വൈകുന്നേരം നടന്ന അനുസ്മരണ യോഗത്തിൽ LDF സംസ്ഥാന കൺവീനർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് പ്രഭാവർമ്മ, RJD സംസ്ഥാന വൈസ് പ്രസിഡന്റ് NM നായർ, ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ നായർ, RJD മുതിർന്ന നേതാവ് ചാരുപാറ രവി, ജില്ലാ ഭാരവാഹികളായ വിഴിഞ്ഞം ജയകുമാർ, സുനിൽ ഖാൻ, MA ഹസൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട അതിഥികളെ, ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, 4 വർഷങ്ങൾക്ക് മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞ കേരളത്തിൻ്റെ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ്, അതുപോലെ തന്നെ ഒരു നല്ല എഴുത്തുകാരൻ, നല്ല ഗ്രന്ഥങ്ങൾ രചിച്ചതിൻ്റെ ഉടമ, സാംസ്കാരിക പ്രഭാഷകൻ, സാമൂഹ്യ സേവകൻ, പത്രപ്രവർത്തകൻ, പാർലമെന്റേറിയൻ, ഭരണകർത്താവ് എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വലിയ മനുഷ്യൻ്റെ ഉത്തമനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ചരമവാർഷിക ദിനമായിരുന്നു കഴിഞ്ഞ മാസം മെയ് 28. ആ മെയ് 28 മുതൽ ജനതാദൾ, രാഷ്ട്രീയ ജനതാദൾ ഇത്തരത്തിലുള്ള അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. ജന്മദിനങ്ങളും ചരമദിനങ്ങളും രക്തസാക്ഷി ദിനങ്ങളും ആചരിക്കുന്നത്, സ്മരിക്കുന്നത് ഒരു വിപ്ലവ പ്രവർത്തനത്തിൻ്റെ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ, സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതൊരു പഠനമാണ്. ഇന്ന് നമ്മൾ ശ്രീ വീരേന്ദ്രകുമാർ, ചുരുക്കമായി വീരൻ എന്ന പേരിലാണ് അദ്ദേഹത്തെ വിളിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനത്തിൻ്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനങ്ങൾ ചേരുന്നത് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഭാവിയിൽ ഉയർന്നു വരേണ്ട രാഷ്ട്രീയ വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആദർശങ്ങളിലൂടെ അവരെ കരുത്തരാക്കാനുള്ളതാണ്. ഇപ്പോൾ ഒരു 10, 15, 20 വർഷങ്ങളൊക്കെ കഴിഞ്ഞാൽ പുതിയ തലമുറയാണ്. ആ പുതിയ തലമുറ കാലഘട്ടത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് മുൻകാല അനുഭവങ്ങൾ കുറവായിരിക്കും, ചരിത്രപരമായ അനുഭവങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയെ ലക്ഷ്യബോധമുള്ളവരാക്കി മാറ്റാൻ മൺമറഞ്ഞുപോയ മഹാരഥന്മാരുടെ ജീവചരിത്രങ്ങളും അവരുടെ പ്രവർത്തന രീതികളും ആ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളും പ്രതിപാദിക്കുന്നത് ന്യൂ ജനറേഷനെ കൂടുതൽ കരുത്തരാക്കാൻ സാധിക്കും. നമ്മുടെ പുതിയ തലമുറ അതിബുദ്ധിശാലികളാണ്. ഇനി വരുന്ന തലമുറ അതിനേക്കാളും ബുദ്ധിശാലികളായിരിക്കും. മനുഷ്യ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം ബുദ്ധിപരമായിട്ടുള്ള വികാസവും വളർച്ചയുമാണ്.
മഹാനായ കാറൽ മാർക്സ് അദ്ദേഹത്തിൻ്റെ പ്രപഞ്ച നിരീക്ഷണത്തിൽ ഉദ്ധരിക്കപ്പെട്ടത് ഈ പ്രപഞ്ചത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കും. മാറാതിരിക്കുന്നത് മാറ്റം എന്നുള്ള പ്രതിഭാസം മാത്രമായി. ഒന്നിനെ മറ്റൊന്നാക്കാം, ഒന്നിനെയും ഇല്ലാതായ്മ ചെയ്യാൻ സാധിക്കും. മനുഷ്യ സമൂഹത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം പ്രധാനമായും ബുദ്ധിപരമായിട്ടുള്ള കഴിവിൻ്റെയും വികാസത്തിൻ്റെയും രംഗമാണ്. ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ വീടുകളിൽ ചെറിയ കുട്ടികൾ ഒരുപക്ഷെ നമ്മയേക്കാൾ നന്നായി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് 2 ഉം 3 ഉം വയസ്സൊക്കെയുള്ള കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വീട്ടിലവർ റിമോട്ട് കൺട്രോൾ എടുത്ത് ഈ TV ചാനലുകൾ മാറ്റുകയും കുട്ടികൾക്ക് വേണ്ട ചാനൽ വരുത്തുകയും അതിൻ്റെ ഓപ്പറേഷൻ നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അത് കുട്ടികൾക്കത് വേഗത്തിൽ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിപരമായ സാഹചര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കരുത്തോടും ശക്തിയോടും കൂടി ചെയ്യാൻ ആ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ, മനസ്സിലാക്കാൻ കുട്ടികൾക്ക് അതിവേഗത്തിൽ സാധിക്കും. ആ കുട്ടികൾ നമ്മെക്കാളും ബുദ്ധിശാലികളായി, ഇന്നുള്ള ജനറേഷനേക്കാളും ബുദ്ധിശാലികളായി. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിശാലികളായ ന്യൂ ജനറേഷൻ അതിവേഗത്തിൽ ബുദ്ധിപരമായി വളർന്നു വരികയാണ്. ആ വളർന്നു വരുന്ന പുതിയ തലമുറയെ വഴിതെറ്റിക്കാതിരിക്കാൻ, ശരിയായ ദിശയിലേക്ക് നയിക്കാൻ, അവർ ലക്ഷ്യബോധമുള്ളവരായി തീരാൻ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി തീരാൻ അവർക്ക് നൽകുന്ന പരിശീലനത്തിൻ്റെ പഠന കേന്ദ്രങ്ങളാണ് ഈ സ്മരണീയ ദിനങ്ങളെല്ലാം. അതുകൊണ്ട് സ്മരണീയ ദിനങ്ങൾ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ശ്രീ വീരേന്ദ്രകുമാർ കേരള രാഷ്ട്രീയത്തിൽ അധികാരികമായി എന്നും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഫെഡറൽ സംവിധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച രാഷ്ട്രീയ നേതാവായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ആ ദൗത്യം നിർവഹിച്ചതായി കാണും. അധികാരമോഹമോ സ്ഥാനമാനങ്ങൾക്കോ ഉള്ള താല്പര്യങ്ങളെക്കാൾ അത്തരം താല്പര്യങ്ങളിൽ നിന്നും അകന്ന് ജനസേവനത്തിൻ്റെ വഴി സ്വീകരിച്ച ജനസേവകനായിരുന്നു ശ്രീ വീരേന്ദ്രകുമാർ. അദ്ദേഹത്തിന് പല രംഗങ്ങളിലും വലിയ സ്ഥാനമാനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം ആ വഴികളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. അദ്ദേഹം എല്ലാ കാലത്തും ഒരു ഇടതുപക്ഷ ചിന്തകനായി, ഇടതുപക്ഷ സഹയാത്രികനായി. ഞാൻ അദ്ദേഹം ഏറ്റവും ദുഃഖിതനായി കണ്ടത് അദ്ദേഹം ഇടതുപക്ഷത്തു നിന്ന് കുറച്ചു കാലത്തേക്ക് വലതുപക്ഷത്തേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് മാറി നിൽക്കേണ്ടി വന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വളരെ നിയന്ത്രിതമായി, എഴുത്തുകൾക്ക് അവധി കൊടുത്തിരുന്നു. ഒരു ദുഃഖിതനായി കാണപ്പെട്ടു. സംഭാഷണങ്ങളിലും പ്രവർത്തന രംഗത്തും ആ ദുഃഖം പ്രതിഫലിച്ചിരുന്നു. ആ ദുഃഖങ്ങൾക്ക് പരിഹാരം കാണാൻ അദ്ദേഹം തന്നെയാണ് മുൻകൈയെടുത്ത് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനുള്ള ദൗത്യം ഏറ്റെടുത്ത് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു.
അങ്ങനെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചൊരു പ്രതിഭാശാലി. ഒട്ടനവധി യാത്രാ വിവരണങ്ങൾ, ഗ്രന്ഥങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചു. സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചു. ആ ഗ്രന്ഥങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയെ പല പ്രതിസന്ധികളും നേരിട്ട ഘട്ടത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തി അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ ഉറച്ചു നിന്ന് മറ്റു കാര്യങ്ങളെക്കുറിച്ചല്ല, പാർട്ടിയെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ്. അത്തരത്തിൽ ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന് താൻ ചിന്തിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ ജനങ്ങളിൽ എത്തിക്കാൻ, അതുവഴി ജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തരാക്കാൻ പരിശ്രമിക്കുമ്പോൾ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താൻ ഒരു ജീവിത കാലഘട്ടം മുഴുവൻ ഉപയോഗിച്ച ഒരു വലിയ മനുഷ്യനാണ് ശ്രീ വീരേന്ദ്രകുമാർ. അദ്ദേഹം ഗ്രന്ഥകർത്താവും സാംസ്കാരിക പ്രഭാഷകനും എഴുത്തുകാരനും ചിന്തകനും ഭരണാധികാരിയുമൊക്കെ ആയിരുന്നത് പോലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളുടെ നടത്തിപ്പുകാരനുമായി. മാതൃഭൂമി പത്രം അദ്ദേഹം അതിൻ്റെ ഉടമസ്ഥനായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഒരിക്കലും തൻ്റെ രാഷ്ട്രീയം ആ മാധ്യമ രംഗത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. ഞങ്ങളെല്ലാം മാതൃഭൂമിയെ വിമർശിച്ചിട്ടുണ്ട്, ഇപ്പോഴും വിമർശിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് അവർ എനിക്കെതിരായിട്ട് വ്യക്തിഹത്യ നടത്തിയ പത്രമാണെന്ന് എനിക്കറിയാം. പക്ഷെ അതൊരു മാധ്യമമാണ്. ആ മാധ്യമങ്ങളെക്കുറിച്ച് ചിലപ്പോൾ വിമർശനങ്ങളുണ്ടാകും. ആ മാധ്യമങ്ങളുടെ വിമർശനം അദ്ദേഹം ശരിയായ നിലയിലാണ് നിരീക്ഷിച്ചത്. മാധ്യമ നിരീക്ഷണങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിക്കാതെ അതോടൊപ്പം മാതൃഭൂമി കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് പാരമ്പര്യമുള്ള പത്രമായി. ആ സത്യവും നീതിയും ധർമ്മവും ഒക്കെ കാത്തു സൂക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് പ്രതിജ്ഞാബദ്ധതയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നവരോട് അദ്ദേഹത്തിന് സ്നേഹമായി, ബഹുമാനമായിരുന്നു. എതിർ കക്ഷികളിൽപ്പെടുന്നവരുടെ വിമർശനങ്ങളെ ശരിയായ നിലയിൽ അദ്ദേഹം നിരീക്ഷിച്ചു. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണെങ്കിൽ പോലും ദുരിതം അനുഭവിക്കുന്നവരോടും കഷ്ടത അനുഭവിക്കുന്നവരോടൊപ്പമായിരുന്നു എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ മനസ്സും പ്രവൃത്തി. ആ ജനവിഭാഗങ്ങളെ ഉദ്ധരിക്കാൻ ജീവിതമർപ്പിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശ്രീ വീരേന്ദ്രകുമാറിന്റെ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം ഒട്ടനവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഒരു പ്രധാന വിഷയം ഇന്നലത്തെ എക്സിറ്റ് പോൾ നടത്തിയിട്ടുള്ള പ്രവചനം ഒരു ഭാഗം. ഇന്ന് വൈകുന്നേരം ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക്. ഇന്ത്യയെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. ഈ വാർത്തകളിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന അപകടകരമായ സ്വരങ്ങളും കേജ്രിവാൾ ജയിലിലേക്ക്, അപകടകരമാണ് അതിൻ്റെ ശബ്ദങ്ങൾ. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാൻ എന്ത് തെറ്റാ ചെയ്തത്? അദ്ദേഹത്തിന്റെ ബുദ്ധി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഡൽഹി നിയമസഭക്ക് നിയമം പാസ്സാക്കാനുള്ള അവകാശമുണ്ട്. ആ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു മദ്യനയം, അവിടെ ഗവൺമെന്റാണ് മദ്യക്കച്ചവടം. മദ്യക്കച്ചവടം ഗവൺമെന്റ് വേണ്ടെന്ന് വെച്ചു. ഗാന്ധിയന്മാർ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമാണ്. ഗവൺമെന്റ് വേണ്ടെന്ന് വെച്ച് അത് ബിസിനസിന്റെ ഭാഗമാക്കി
കരാറടിസ്ഥാനത്തിൽ സ്വകാര്യ മേഖല ബിസിനസ് രംഗത്തേക്ക് കൊടുത്തു. അതിൻ്റെ ഫലമായി സംസ്ഥാനത്തിന് വലിയ മെച്ചമുണ്ടായി, റവന്യൂ ഇൻകം ഉണ്ടായി. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ പ്രശ്നത്തിന്റെ പേരിലാണ് കേജ്രിവാളിന്റെ മേലെ കുറ്റം ആരോപിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. വേറൊരു മുഖ്യമന്ത്രി ജയിലിലാണ്, ഡൽഹിയിലെ തന്നെ ആരോഗ്യമന്ത്രി ജയിലിലാണ്, ജയിലിലെ തന്നെ കേജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയുടെ MP ജയിലിലാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശബ്ദമല്ലത്, ഒരു ഫാസിസ്റ്റ് ഭീകരതയുടെ ശബ്ദമാണ്. ഇവിടെ ഇന്ന് എക്സിറ്റ് പോളിന്റെ പ്രവചനം കേൾക്കുമ്പോൾ അനവധി സംശയങ്ങൾ ഉണ്ടാകുന്നു. അവിടെ നിരീക്ഷണങ്ങളൊന്നും ശരിയാകാനുള്ള വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളൊന്നും ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല. ഇന്ത്യൻ സമൂഹത്തെ നിരീക്ഷിച്ച, രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന, ഇന്ത്യൻ സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന, ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണത്തിന് ഒരിക്കലും BJP ഇന്ത്യയിലേക്ക് വീണ്ടും അധികാരത്തിലേക്ക് വരും എന്നാഗ്രഹിക്കാൻ കഴിയുന്നതല്ല. അതാണ് ഇന്നത്തെ ഇന്ത്യ. രാജ്യത്തിൻ്റെ അവസ്ഥ അതാണ്. അതുകൊണ്ട് അത്തരമൊരു രാഷ്ട്രത്തിൽ എക്സിറ്റ് പോൾ എല്ലാം ഒരേ വാചകങ്ങളും ഒരേ അംഗസംഖ്യയും കുറിച്ചു വെക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് ആർക്കും സംശയിക്കാം. ഇതുവരെ ഇവിടെ ചരിത്രമെടുത്താൽ എക്സിറ്റ് പോളിൻ്റെ നിർണയങ്ങളൊന്നും ശരിയായിട്ടുള്ളതായിരുന്നില്ല. ഒരു 70-75% ശരിയാണ്. അതിനപ്പുറത്തെല്ലാം വസ്തുതാപരമായിട്ടുള്ളതല്ല എക്സിറ്റ് പോളിന്റെ നിഗമനം. ചിലപ്പോൾ ചിലത് ശരിയായിട്ടുണ്ടായേക്കാം. കഴിഞ്ഞ കർണാടകത്തിലും ജാർഖണ്ഡിലുമൊക്കെ ഛത്തീസ്ഗഡിലുമൊക്കെ അവരുടെ നിഗമനങ്ങളെല്ലാം പാളിപ്പോയതാണ്. തെലങ്കാനയിൽ പാളിപ്പോയതാണ്. ഈ ഗവേഷകന്മാരുടെ എക്സിറ്റ് പോളിന്റെ അഭിപ്രായ ഗതികൾക്കനുസരിച്ചിട്ടൊന്നുമല്ല ഇവിടെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള ജനവിധി. പക്ഷെ ഇന്ന് ജനങ്ങളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ഈ എക്സിറ്റ് പോളെല്ലാം, ഇപ്പോൾ ഈ ഗവേഷണം നടത്തിയെന്ന് പറയുന്നവരെല്ലാം തയ്യാറാക്കിയിട്ടുള്ള പൊതുനിരീക്ഷണം ഒന്നാണ്. അതുതന്നെയാണ് എല്ലാവരെയും ഉത്കണ്ഠപ്പെടുത്തുന്നത്. ജനാധിപത്യവാദികളെ ഉത്കണ്ഠപ്പെടുത്തുന്നതും ആ സന്ദേശം തന്നെയാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര ഫെഡറൽ രാഷ്ട്രമാണ്. ഇത് വെറുതെ രൂപപ്പെട്ടു വന്നതല്ല. ഇന്ത്യയുടെ ദീർഘകാലപരമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രമുണ്ട്. ആ സ്വാതന്ത്ര്യ സമരത്തിലൂടെ, ചരിത്രത്തിലൂടെ കടന്നു വന്ന ഇന്ത്യൻ സമൂഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ജീവത്യാഗം ചെയ്ത് പോരാടിയിട്ടുള്ള ഇന്ത്യയിലെ നേതാക്കൾ, ദേശീയ നേതാക്കൾ, ഇന്ത്യൻ പൊതുസമൂഹം, ആ പൊതുസമൂഹത്തിൻ്റെ ശക്തമായ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ്, ജീവത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് 47 ആഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുമ്പോൾ ഇന്ത്യ സമാധാനമായിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ മുഴുവൻ ശിഥിലമാക്കിയിരുന്നു. അതിനവർ ഇന്ത്യയിൽ ഉപയോഗിച്ചത് RSSനെ. ബ്രിട്ടീഷ് ഭരണകാലത്ത് 921 മലബാറിൽ, തെക്കേ മലബാറിൽ കലാപം നടന്നത്. ആ തെക്കേ മലബാറിലെ കലാപം കർഷക സമരമായിരുന്നു. ആ സമരം ശക്തിപ്പെട്ടു വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഭയന്നു. ഇന്ത്യ വിടേണ്ടി വരുമെന്ന് അവർ ഭയപ്പെട്ടു. ബ്രിട്ടീഷ് ബുദ്ധിരാക്ഷസന്മാർ ചിന്തിച്ച് ആ മലബാറിലെ കർഷക സമരത്തെ വർഗീയ കലാപമായി തിരിച്ചു. അത് ഹിന്ദുക്കളും മുസ്ലിമുകളുമുള്ള കലാപമായി മാറ്റിപ്പെട്ടു. അതിന് ബ്രിട്ടീഷുകാർ മാപ്പിള എന്ന പേര് കൊടുത്തു. അങ്ങനെ കർഷക സമരം
വർഗീയ കലാപമായി തിരിച്ചുവിട്ട് ആ വർഗീയ കലാപത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തി. നിരവധി പേരെ നാടുകടത്തി കൂപ്പിക്കുന്നു. വാഗൻ ട്രാജഡിയൊക്കെ അതിന്റെ ഭാഗമാണ്. ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വാരികുന്നത്ത് കുഞ്ഞഹമ്മദാജി വെടിവെച്ചു കൊന്നു. അലി മുസ്ലിയാരെ കോയമ്പത്തൂർ ജയിലിൽ തൂക്കിക്കൊന്നു. ഒട്ടനവധി സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി. അതൊന്നും ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തൊരു ചരിത്രപരമായ രീതി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തകർക്കാൻ ഇന്ത്യയിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുക. ഇന്ത്യയുടെ പിന്നീടുള്ള ചരിത്രം നിങ്ങൾ നോക്കൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്തിന്റെ അവസാനം ഇന്ത്യ ശാന്തമായിരുന്നോ? ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എങ്ങനെ ഉണ്ടായി? ഇന്ത്യയിൽ എത്രമാത്രം വർഗീയ കലാപങ്ങൾ ഉണ്ടായി? ബ്രിട്ടീഷ് ഗവൺമെന്റ് സൃഷ്ടിച്ച വർഗീയ വിദ്വേഷം അതിന് ഇന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത് RSSനെയാണ്. RSS ഹിന്ദുക്കളെ രക്ഷിക്കുന്ന പ്രസ്ഥാനമൊന്നുമല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തകർക്കാൻ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്. 1927 ബ്രിട്ടീഷുകാർ അത്തരമൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത് അവർ ഇന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിൽ നാടുവാഴികളുടെയും ഭൂപ്രഭുക്കന്മാരുടെയും സംരക്ഷകരായി, ഗണവേഷം ധരിച്ച യോദ്ധാക്കളായി, അവർ ബ്രിട്ടീഷുകാരുടെ പ്രചാരകരായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയെങ്കിലും RSS ഉണ്ടോ? ഹിന്ദു മഹാസഭയുണ്ടോ? ഏതെങ്കിലും RSSന്റെ നേതാക്കൾ ഉണ്ടായിരുന്നോ? ഇന്ത്യയിൽ ദേശീയ നേതാക്കളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? RSSനെ ഉപയോഗിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരം തകർക്കാൻ. പക്ഷെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 47 ഏതാണ്ട് 1947 മുമ്പ് തന്നെ സ്വാതന്ത്ര്യം ലഭ്യമാക്കാൻ കഴിയും എന്നൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായി. ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകണം, ഇന്ത്യൻ സാമൂഹ്യ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തി ഏത് ഭരണ സംവിധാനമാണ് ഇന്ത്യയിൽ ഉണ്ടാകേണ്ടത്, എന്തായിരിക്കണം ഇന്ത്യ, അതിൻ്റെ ഭാവി എന്തായിരിക്കണം എന്ന നിരീക്ഷണത്തിന് വേണ്ടി അടിസ്ഥാനപ്പെടുത്തി ഒരു ഭരണഘടന നിർമ്മിക്കാൻ 1947 മുൻപ് തന്നെ ഒരു ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചു. ഡോക്ടർ അംബേദ്കർ യാതനയിൽ നിന്ന്, വേദനയിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന് ജനിച്ചു വളർന്ന് ദുരിതപൂർണമായ ഭീകരമായ അനുഭവങ്ങളിലൂടെ അത്യുന്നതമായ ബുദ്ധിസമ്പാദനം നടത്തി ലോകത്തിലെ ശ്രദ്ധേയനായി വന്ന ബുദ്ധിരാക്ഷസനായിരുന്നു ഡോക്ടർ അംബേദ്കർ. അംബേദ്കർ അധ്യക്ഷനായിട്ട് ഒരു ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചു. ആ ഭരണഘടനാ അസംബ്ലി 1947 ശേഷം 49 ജനുവരി 26 തന്നെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തു. ആ ഭരണഘടന 1950 ജനുവരി 26 ഇന്ത്യയെ അംഗീകരിച്ച് നടപ്പിലാക്കാൻ തുടങ്ങി. ആ ഭരണഘടന അനുസരിച്ച് ആ ഭരണഘടന ഊന്നൽ നൽകിയത് ജനാധിപത്യം, മതേതരത്വം, ഫെഡറലിസം, ഈ ആശയങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തു. ആ ഇന്ത്യൻ ഭരണഘടന വെറുതെ പാസ്സാക്കിയെടുത്തതല്ല. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ നിശ്ചയിക്കപ്പെട്ട ഭരണഘടനാ അസംബ്ലി ഏതാണ്ട് 2 കൊല്ലം 11 മാസം അവരാകട്ടെ പ്രത്യേക 10-11 സെഷനുകളായി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായി 166-ലധികം ചർച്ചകളും ആലോചനകളും കൂടിയാലോചനകളും നടത്തി. ഈ കഠിനമായ പരിശ്രമങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ് രൂപീകരിച്ചെടുത്തതാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടനയെ ലോകം അംഗീകരിച്ചു. ലോകത്തിലെ ഏറ്റവും വിശാലമായ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് ലോകം അംഗീകരിച്ചു, ലോകം ആദരിച്ചു. ആ ഇന്ത്യൻ ഭരണഘടന ഇപ്പോൾ കടുത്ത പ്രതിസന്ധികൾ നേരിടുകയാണ്.
ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മതേതരത്വവും ജനാധിപത്യവും ഫെഡറലിസവും ഇല്ലായ്മ ചെയ്യാൻ ഒരു പാർലമെന്റിനും അധികാരമില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാകും, ഇന്ത്യൻ പാർലമെന്റിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇന്ത്യൻ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, കാലോചിതമായി വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് മാറ്റം വരുത്തണം? ഈ കാര്യങ്ങൾ എന്തെങ്കിലും പാർലമെന്റ് ചർച്ച ചെയ്യുന്നുണ്ടോ? പാർലമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നടപടി കഴിഞ്ഞൊരു 10 വർഷക്കാലമായി ഇന്ത്യയുടെ അനുഭവം എന്താണ്? വിശദമായ ചർച്ചകളോ തീരുമാനങ്ങളോ ഒന്നുമില്ല. ഭരണഘടനാ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, അതിന്റെ ഭാഗമാണ് എക്സിറ്റ് പോൾ. ആ എക്സിറ്റ് പോള് പറയാനിടയാകുന്ന തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പ് നീതിപൂർവം നടത്താൻ ഇന്ത്യയിൽ അനുശാസിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഒരു സ്വതന്ത്ര അധികാരമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്ര അധികാരമുണ്ട്. ആ കമ്മീഷനിൽ മാറ്റം വരുത്താൻ, ആളുകളെ മാറ്റിയെടുക്കാൻ അധികാരമുള്ളൊരു കമ്മിറ്റി ഉണ്ടായി. അതിലൊന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി, 2 ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, 3 ഇന്ത്യയിലെ നീതിപീഠത്തിന്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ആർക്കെങ്കിലും സംശയമുണ്ടാകുമെങ്കിൽ അത് സത്യസന്ധമായി നീതിപൂർവമായി തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംവിധാനമാണ്. ഭരണ പ്രതിപക്ഷമായി, ജസ്റ്റിസായി, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ്. എന്തിനാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റിയത്? ഭരണഘടനാ ഭേദഗതി വരുത്തിയത്. നിയമ ഭേദഗതി വരുത്തിയിട്ട് എന്തിനാ മാറ്റിയത്? ഇന്ത്യൻ പാർലമെന്റിൽ BJPക്ക് ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ഉപയോഗിച്ച് അവർ ചെയ്തത് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതിനു പുറമെ ജസ്റ്റിസിനെ മാറ്റിയിട്ട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരാൾ, അത് BJP RSS ആയിരിക്കുമല്ലോ. അല്ലാത്ത ആരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? ഭൂരിപക്ഷമായില്ലേ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ ചെയ്തുകൂടാത്തത്? ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ കുറെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയല്ലേ? 1982 ശേഷമാണോ മഹാത്മജിയെ ഇന്ത്യൻ ജനങ്ങൾ അറിയുന്നത്? പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ? ഈ BJPയിലുള്ളവരെല്ലാം ഈ ബുദ്ധി മരവിച്ച് കിടക്കുന്നവരാണ്. ഒരു സിനിമ വന്നതുകൊണ്ടാണോ ഗാന്ധിജിയെ അറിയുന്നത്? 1982 ഒരു സിനിമ വന്നിരിക്കുന്നു ഗാന്ധിജിയെ കുറിച്ച്. ആ സിനിമ വന്നപ്പോഴാണ് ഗാന്ധിജിയെ കുറിച്ച് ഇന്ത്യൻ ജനത അറിയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം അറിയുന്നത് തന്നെയായിരിക്കാം. അതാണ് ഇന്ത്യ മനസ്സിലാക്കുന്നത് ഗാന്ധിജിയെ കുറിച്ച്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവല്ലേ, ലോകത്തിന് ജനങ്ങൾ മുഴുവൻ ആരാധിക്കുന്ന ഒരു വന്യ പുരുഷനല്ലേ, വന്യ നേതാവല്ലേ. ആ ഗാന്ധിജിയെ സിനിമ വന്നത് കൊണ്ടാണ് അറിയപ്പെടുന്നത് എന്ന് പറയാൻ അശേഷം മടിയുണ്ടോ? അന്ധവിശ്വാസങ്ങളിലൂടെയാണ് ലോക സംഭവഗതികളെ നിരീക്ഷിക്കേണ്ടത് എന്നൊരു സിദ്ധാന്തത്തിലേക്ക് ചെന്നെത്തിയാൽ നമ്മുടെ ഇന്നത്തെ ബുദ്ധിപരമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ലോകത്തെ കീഴടക്കാൻ, ലോക പ്രപഞ്ചങ്ങളെ കണ്ടെത്താൻ ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട നമ്മുടെ കുട്ടികൾ, ന്യൂ ജനറേഷൻ എവിടെയാ ചെന്നെത്തുക? ബുദ്ധിപരമായ ചിന്തയും പ്രയോഗവും ആശയപരമായ സംഘർഷങ്ങളും ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾ നടത്തി, ഗവേഷണം നടത്തി, പുതിയ സിദ്ധാന്തങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും ചെന്നെത്താനാണോ? അന്ധവിശ്വാസങ്ങളിലൂടെ ലോക സമൂഹത്തെ കാണുക, ലോക സമ്പ്രദായങ്ങളെ കാണുക, ലോകത്തെ നിരീക്ഷിക്കുക,
എന്ന് ആശയഗതി പോയാൽ എവിടെ എത്തും? ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിലയിലാണോ കാര്യങ്ങൾ പോകുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കണം. ഇന്ത്യൻ ജനതയുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണോ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സംഭവഗതികൾ? ലോകത്തിൽ ഇന്ത്യയെ പോലൊരു രാഷ്ട്രം വേറെയില്ല. ലോകത്തിലെ എല്ലാ മതങ്ങളും ഇന്ത്യയിലുണ്ട്. എല്ലാ മതങ്ങൾക്ക് പുറമെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ജാതി വ്യവസ്ഥ, ഉപോപജാതി വ്യവസ്ഥകൾ. അത് ഇന്ത്യൻ പശ്ചാത്തലമാണ് അതിന് കാരണം. ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങളെല്ലാം കെട്ടിപിണഞ്ഞ് കിടന്നൊരു സമൂഹമായിരുന്നു. ആ സമൂഹത്തിൽ പ്രത്യേകമായി ജീവിച്ച സമൂഹം പിന്നീട് എല്ലാം കൂടി യോജിച്ചു വന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ഏകീകൃത രാഷ്ട്രമായി രൂപപ്പെട്ടു വന്നു. ഈ പശ്ചാത്തലം ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. അങ്ങനെ നിലനിൽക്കുന്ന ഇന്ത്യയിൽ വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുണ്ട്. അവരെല്ലാം വിദേശങ്ങളിൽ വന്നവരാണ്. ഇവിടെ ജനിച്ചു വളർന്നവരെല്ലാം വിദേശത്ത് വന്നവരാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുൻപ് എത്രയെത്ര ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എവിടെയാ കൊണ്ടുചെന്നെത്തിച്ച് നിൽക്കുന്നത്? എന്തൊരു പശ്ചാത്തലത്തിലാണ്? ഇത് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കലാണ്. ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ സംരക്ഷണമാണ്. പ്രതിപക്ഷങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഗൗരവത്തിൽ ഭരണകക്ഷി എടുക്കുന്നുണ്ടോ? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പാകെ പറഞ്ഞു, ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്ക് നേരെയൊക്കെ നോട്ടീസ് അയക്കുന്നുണ്ടല്ലോ, പ്രസംഗിച്ച ആളുകൾക്ക് നേരെ നോട്ടീസ് അയക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ആ നിലപാട് സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിയുന്നില്ല? ജുഡീഷ്യറിക്ക് നിഷ്പക്ഷവും നീതിപൂർവമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ ഇന്ത്യയിൽ കോൺഗ്രസ് കാണിച്ചു കൊടുത്തൊരു മാതൃകയുണ്ടായിരുന്നു. കോൺഗ്രസിന് ഇന്ത്യയിൽ അധികാരം നഷ്ടപ്പെട്ടു. കോൺഗ്രസിനെയാണ് ഇപ്പോൾ പലപ്പോഴും BJP ഉദ്ധരിക്കുന്നത്. അധികാരം നഷ്ടപ്പെട്ടപ്പോൾ അധികാരം പിടിച്ചു നിർത്താൻ ഇന്ത്യൻ ഭരണഘടനയെ സസ്പെൻഡ് ചെയ്തു. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ശ്രീ വീരേന്ദ്രകുമാറൊക്കെ ജയിലിലായിരുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ജയിലുണ്ടായേക്കാം. പലരും ഒളിവിലായിരുന്നു. 75 മുതൽ 77 വരെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്ത് ജനാധിപത്യം സസ്പെൻഡ് ചെയ്തില്ലേ? അധികാരം നഷ്ടപ്പെടുമ്പോൾ അധികാരത്തിലുള്ളവർ ജനാധിപത്യത്തെയും ഭരണഘടനയെയും എല്ലാ മൗലികമായ അവകാശങ്ങളെയും നിഷേധിക്കും. ഇതിൽ ജാഗ്രതപ്പെടേണ്ട ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് ജാഗ്രതക്കുറവ് സംഭവിച്ചാൽ ഇന്ത്യയിൽ അപകടമുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നവും അതാണ്. ഇവിടെ പണം കൊടുത്ത് എന്തും വിലക്ക് വാങ്ങാം. പണം കൊടുത്ത് MLA-മാരെയും MP-മാരെയും വിലക്ക് വാങ്ങാം. പണം കൊടുത്ത് ഗവൺമെന്റ് ഉണ്ടാക്കാം. പണം കൊടുത്ത് അധികാരം പിടിക്കാം. പണാധിപത്യം രാജ്യത്ത് നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ജനാധിപത്യത്തിന്റെ അവസ്ഥ പരിതാപകരമായിരിക്കും. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ഇന്ത്യയുടെ 74ാം റിപ്പബ്ലിക് കഴിഞ്ഞതിന് ശേഷമുള്ള ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അത്തരമൊരു കാലഘട്ടത്തിന്റെ പ്രത്യേകത കൂടി മനസ്സിലാക്കി ജനാധിപത്യത്തിനും പൗരാവകാശത്തിനും വേണ്ടി പോരാടി എന്നും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷ ചിന്താഗതിക്കാരനായി ജനങ്ങളെ സംഘടിപ്പിച്ച് തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും വേണ്ടി നിയമം നിർമ്മിക്കാൻ കഴിയുമ്പോൾ നിയമം നിർമ്മിച്ചു. ജനങ്ങളോടൊപ്പം നിന്നു. ജനപ്രതിയാകുമ്പോൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പോരാടി ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ പോരാടിയിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ, ഉത്തമനായ ഒരു സോഷ്യലിസ്റ്റിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഒരു ജനാധിപത്യ രാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവർക്കും നീതിയും സ്വാതന്ത്ര്യവും പൗരാവകാശവും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിച്ചു കിട്ടാൻ ജീവിതം തോന്നിച്ച ഒരു വലിയ മനുഷ്യനെ സ്മരിക്കുകയാണ്. ആ സ്മരണ
ഈ കാലഘട്ടത്തിന്റെ അപകടകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, അപകടകരമായ സാഹചര്യങ്ങൾ മുറിച്ചു കടന്ന് മുന്നോട്ട് പോകാനുമുള്ള കരുത്തും ശക്തിയും നൽകാൻ അദ്ദേഹത്തിന്റെ സ്മരണകൾ നമുക്ക് ഉപകരിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിൽ നിറഞ്ഞു നിന്ന ഒരു വലിയ മനുഷ്യൻ, ഡൽഹിയിലും കേരളത്തിലും ഒക്കെയായി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച കേരളത്തിന്റെ സൃഷ്ടികർത്താവ് എന്ന് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തെ, കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം ഒരു സംഭാവന ചെയ്തു. വലിയ പ്രകൃതി സ്നേഹി, മനുഷ്യ സ്നേഹി, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും നടത്തി ഈ പൊതുസമൂഹത്തെ സംരക്ഷിക്കാൻ ജീവിതത്തിൽ വലിയ സന്ദേശം നൽകി അതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ച ആ ഉത്തമനായ ജനസേവകന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് എനിക്കുള്ള പ്രത്യേകമായ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.